സംഹാരദൂതൻ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയാനിടത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയാനിടത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. ഫറവോൻ ഞാൻ ഇനി അടിമയല്ല, ഫറവോൻ ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ അലഞ്ഞനല്ല, പരമസിയോനിൽ അലഞ്ഞനല്ല. സങ്കടങ്ങൾ സകലവും മധുരമാക്കി തീർക്കുമാവേ, മാറാതെ മധുരമാക്കി തീർക്കുമാവേ. പറയുടെ പിളർന്നുദാഹം പോക്കുമാവേ, പറയുടെ പിളർന്നുദാഹം പോക്കുമാവേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. മരുവിലൻ ദൈവം എനിക്കാധിപതിയേ, മരുവിലൻ ദൈവം എനിക്കാധിപതിയേ. തരുമാവൻ പുതുമങ്ങാതു മതിയേ, തരുമാവൻ പുതുമങ്ങാതു മതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതമേനിക്കാനന്ദമേ, കനാൻ ജീവിതമേനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ജീവവചനത്തിൻ്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പൊട്ടക്കിണറുകളെ കുഴിക്കുന്നവരായി തീരരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, ദൈവിക നന്മകളും അത്ഭുതകരമായ നടത്തിപ്പുകളും അനുഭവിച്ച ദൈവജനം ദൈവത്തെ തള്ളിക്കളയുന്നതും വ്യർത്ഥമായതിന് പിന്നാലെ പോകുന്നതും ദൈവത്തെ വേദനിപ്പിക്കുന്നതും കോപിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ വേദന ശ്രദ്ധിക്കുന്നവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വേദനയെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് ദൈവജനം തിരിച്ചറിയുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹത്താൽ മാത്രമേ പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനയ്ക്ക് ശമനമുണ്ടാക്കാനാകൂ. ദൈവസ്നേഹം പ്രകടമാക്കാൻ എങ്ങനെ പറ്റും? നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവപാദപീഠത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് താഴ്മയുള്ളവരായി ദൈവജനം അനുസരിച്ച് ദൈവഹിതം നിറവേറ്റുന്നതോടുകൂടി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനാകും. ഒരുവൻ്റെ കൂടി മാനസാന്തരത്തിനും മടങ്ങിവരവിനും വേണ്ടിയും പിതാവാം ദൈവം ഇന്നും കാത്തിരിക്കുന്നുണ്ട്. പ്രിയര, ദൈവഹൃദയത്തിന് വേദന പരത്തുന്ന 2 വിധ ദോഷങ്ങളെക്കുറിച്ച് പ്രവാചക ഭാഷയിൽ വെളിപ്പെടുത്തുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്നു. അവർ അനുഭവിച്ച ദൈവിക ദാനങ്ങളും കരുതലുകളും ജനം മറന്നുപോയി. അവർക്കുണ്ടായിരുന്ന ദൈവിക നടത്തിപ്പും അവർ മറന്നുപോയി. നന്ദി കെട്ട ജനമായി അവർ അന്യ ദൈവാരാധനക്കാരായി മാറി. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവർ മിസ്രയീം എന്ന അടിമ വീട്ടിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ അനുഭവിച്ചവർ തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ ദൈവത്തോട്
നന്ദിയുള്ളവരായിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. അവരുടെ ദൈവം ജീവനില്ലാത്തവയാണെങ്കിലും വേദന അറിയുകയും കാണുകയും ചെയ്യുന്നില്ലെങ്കിലും ആരാധകരെ സൗഖ്യമാക്കാറില്ലെങ്കിലും അവർക്ക് ആവശ്യമായ ആഹാരം കൊടുക്കാറില്ലെങ്കിലും ആ ദൈവങ്ങളോടുള്ള അവരുടെ കൂറ് ഏറെ പ്രശംസനീയമാണ്. ജാതികൾ അവരുടെ പുരാതന ദേവന്മാരെ ഉപേക്ഷിക്കാതെ ആരാധനാമൂർത്തികളെ ആരാധിക്കുമ്പോൾ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തെ വിടുവിക്കപ്പെട്ട ജനം ഉപേക്ഷിച്ചു കളഞ്ഞു. ഒരിക്കലും പ്രയോജനമില്ലാത്ത മനസ്സറിയാത്ത ദേവന്മാരെ അവർ ആരാധനാമൂർത്തികളായി സ്വീകരിച്ചു. ജീവജലത്തിൻ്റെ ഉറവയെ അവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ളതല്ലേ അതിനർത്ഥം? പ്രിയരെ, ഇന്നും ഇത്തരക്കാർ നമുക്ക് ചുറ്റും പെരുകുന്നുണ്ട്. ജീവജലത്തിൻ്റെ ഉറവ കർത്താവ് മാത്രമാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അതെ പ്രിയരെ, ദൈവത്തിൻ്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. അതിൽ നിന്ന് പ്രാപിക്കാൻ, അതിൽ നിന്ന് അനുഭവിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് വിടുവിക്കപ്പെട്ടവർ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഇസ്രയേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. സഹോദരങ്ങളെ, തീരുമാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകും എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവരുടെ പേർ മായ്ക്കപ്പെടുകയും ചെയ്യും. നന്ദിയില്ലാത്ത ജനം ജീവജലത്തിൻ്റെ ഉറവയെ മറന്നുകളഞ്ഞു, ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അവർ കുഴിച്ചതെല്ലാം വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെയാണ് എന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ഉറവ നിന്നുപോയ കിണറുകൾ. അവരുടെ പ്രയത്നമെല്ലാം പാഴ്പ്രവർത്തികളായി തീർന്നു. ജീവനുള്ള ദൈവമായ, ജീവന്റെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുന്നവരെ, ആ ഉപേക്ഷിച്ച് കളഞ്ഞവരെല്ലാം പൊട്ടക്കിണറുകളെ കുഴിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് തിരുവചനം വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ വരൾച്ച അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മത്സരികൾ വരണ്ട നിലത്ത് പാർക്കേണ്ടി വരുമെന്നത്. മനുഷ്യർ ദാഹമുള്ളവനാണ്. ദാഹിക്കുന്നവരേവരും പൊട്ടക്കിണറുകളിൽ ആശ്രയിക്കാതെ ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരണം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാക്ഷിക്കുന്നു. സങ്കീർത്തനം 63 നമ്മൾ വായിക്കുന്നു. ഏതു മനുഷ്യനും ആത്മീയമായി ദാഹമുണ്ട്. ആ ദാഹം ശമിപ്പിക്കേണ്ടത് യഥാർത്ഥ ജീവജല ഉറവയായ യേശുക്രിസ്തുവിന് അരികിൽ വന്നിട്ടാണ്. യേശുക്രിസ്തുവിന് മാത്രമാണ് മനുഷ്യന്റെ യഥാർത്ഥ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയുക. ജീവിതത്തിൽ പലതരം ദാഹത്താൽ പരവശയായ ഒരു സ്ത്രീ ആയിരുന്നു ശമര്യക്കാരി സ്ത്രീ. അവളുടെ ദാഹം ഒരിക്കലും ശമിച്ചിരുന്നില്ല. എന്നാൽ ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനരികിൽ വന്ന് തൻ്റെ യഥാർത്ഥ ദാഹം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞ് ജീവന്റെ ഉറവയിൽ നിന്ന് ജീവനെ സ്വീകരിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നു. പ്രിയരെ, ജീവന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവരെല്ലാം പൊട്ടക്കിണറുകളെ കുഴിക്കുകയും അതിൽ ആശ്രയിക്കുകയും തുടർന്ന് അവരുടെ ജീവിത നിലവാരം തളർച്ച ബാധിച്ച അവസ്ഥയിലുള്ളതായി തീരുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ജീവന്റെ ഉറവയായ യേശുക്രിസ്തുവിങ്കലായവരെല്ലാം, കർത്താവിനരികിൽ വന്നവരെല്ലാം ദൈവത്തിനായി കാത്തിരിക്കുന്നവരും നാൾക്ക് നാൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് കാണാത്തതിനെ തന്നെ നോക്കി പാർത്തിരിക്കുന്നവരും ഉയരത്തിലേക്ക് പോകുന്നവരായി തീരുകയും ചെയ്യും എന്നാണ് തിരുവചനം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതാനുഭവം നയിക്കുവാൻ യഥാർത്ഥ ജീവ ഉറവയായ ക്രിസ്തുവിനെ തന്നെ ആശ്രയിച്ച് ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരണം. അതിനായി എനിക്ക് ഇടയായിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന പ്രഭാതത്തിലും നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവരും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ കർത്താവെ. പൊട്ടക്കിണറുകളെ കുഴിക്കാതെ, പൊട്ടക്കിണറുകളെ കുഴിക്കുന്നവരാകാതെ, കർത്താവെ, പൊട്ടക്കിണറുകൾ ആശ്രയിക്കുന്നവരാകാതെ
യഥാർത്ഥ ജീവജല ഉറവയായ കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിച്ച യേശുക്രിസ്തുവെങ്കിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇന്ന് പകലിലും സഹായിക്കണമേ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ഇന്നിൻ്റെ ആവശ്യങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളിൽ നിറവേറ്റി കൊടുക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന് വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സങ്കടങ്ങൾ സകലവും മധുരമാക്കി തീർക്കുമാവേ, മാറാതെ മധുരമാക്കി തീർക്കുമാവേ, പാറയുടെ പിളർന്നുദാഹം പോക്കുമാവേ, പാറയുടെ പിളർന്നുദാഹം പോക്കുമാവേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവം എനിക്കാധിപതിയേ, മരുവിലൻ ദൈവം എനിക്കാധിപതിയേ, തരുമാവൻ പുതുമന്നാതു മതിയേ, തരുമാവൻ പുതുമന്നാതു മതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതാമേനിക്കാനന്ദമേ, കനാൻ ജീവിതാമേനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി.